ഹലോ മേറ്റ്സ്, നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സം പേഴ്സണൽ റീസൺസ് കാരണം ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെക്കേണ്ടി വന്നു. ബട്ട് വി ആർ ബാക്ക് അഗൈൻ. സോ വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ സർവൈവർ ത്രില്ലർ മൂവി ആയിട്ടുള്ള കേവ് എന്ന സിനിമയെ കുറിച്ചാണ്. സോ നമുക്ക് അതിന്റെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സോ നമുക്ക് നേരെ സമയം കളയാണ്ട് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഒരു സിനിമ തുടങ്ങുന്നത് ഡെസേർട്ടിൽ നിന്നാണ്. ഒരു വിജനമായിട്ടുള്ള ഒരു വലിയ ഡെസേർട്ട്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു വലിയ ഹൈവേയോടുകൂടിയുള്ള ഒരു ഡെസേർട്ട്. സോ മാലറി എന്നുള്ള ഒരു ക്യാരക്ടർ, ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറാണ് മാലറി. ഒരു ലേഡി ക്യാരക്ടറാണ്. പുള്ളിക്കാരി ഒരു ലോങ് ഡ്രൈവിന് തയ്യാറെടുക്കാണ് ഈ ഡെസേർട്ടിൽ കൂടെ. സോ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടാണ് ഈ ഒരു സിനിമ ഓപ്പൺ ആവുന്നത്. സോ നമുക്ക് ഈ ഒരു കാര്യം എന്തായാലും മാറ്റിവെക്കാം. നമുക്കൊരു വേറൊരു കാര്യം കൂടെ ഇതിനകത്തേക്ക് എടുത്തിടേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും ലിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഹെൽപ്പിംഗ് ആണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. വഴിയരികിലും വണ്ടി കിട്ടാണ്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നമ്മൾ ജസ്റ്റ് ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പോണ വഴിക്ക് ഇറക്കി കൊടുക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. സോ അതൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. സോ ഈ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആണ് ഈ സിനിമയിൽ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. സോ എന്താന്ന് വെച്ചാൽ ഈ കഥ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ മാലറി എന്നുള്ള ഒരു ക്യാരക്ടർ ഈ ഹൈവേയിലൂടെ ഒരു ലോങ് ജേർണിക്ക് തയ്യാറെടുക്കുകയാണ്. പുള്ളിക്കാരി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. സോ ഏതോ ഒരു വഴിയിൽ വെച്ചിട്ട് പുള്ളിക്കാരുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവും, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പുള്ളിക്കാരി ചെന്ന് പെടുന്നത്. ഫോണിൽ സിഗ്നൽ ഇല്ല, കോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ല. സോ തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ക്യാരക്ടർ അപ്രതീക്ഷിതമായിട്ട് മാലറിയുടെ മുമ്പിൽ വരുന്നത്. പുള്ളിക്കാരൻ ഒരു മെയിൽ ക്യാരക്ടറാണ്. അത്യാവശ്യം കാണാനും നല്ല ലുക്കൊക്കെ ഉണ്ട്. സോ പുള്ളിക്കാരൻ വന്നിട്ട് ഈ ഒരു വണ്ടി നന്നാക്കി കൊടുക്കുകയാണ്. എങ്ങനെയൊക്കെ വെച്ചിട്ട് ചില ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട്, പുള്ളിക്കാരൻ അറിയണ പോലെ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ശരിയാക്കി കൊടുക്കുകയാണ്. സോ പുള്ളിക്കാരൻ വിട്ടു, ശരി പൊക്കോന്ന് പറഞ്ഞിട്ട് വിട്ടു, താങ്ക്സും പറഞ്ഞിട്ട് വിട്ടു. പക്ഷെ ഈ ഇവള് എന്താ വഴിയെ പോയ വേലി എടുത്ത് തലയിക്കണമെന്നൊക്കെ പറയില്ലേ, അതേപോലെ പുള്ളിക്കാരന് ഒരു ലിഫ്റ്റ് കൊടുക്കും. അതായത് പാവം ഇത്രയും വലിയ ഡെസേർട്ടിൽ ഒറ്റയ്ക്ക് നടന്നു പോവാണ്, നമുക്കൊരു ലിഫ്റ്റ് കൊടുക്കാം. എവിടേക്കാ പുള്ളിക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളെ ഇറക്കി വിടാന്നുള്ള രീതിയിൽ മാലറി ഒരു ലിഫ്റ്റ് കൊടുക്കുകയാണ് പുള്ളിക്കാരന്. സോ അതോടുകൂടെ കഥവായി. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മൊമെന്റ് മുതൽ പുള്ളിക്ക് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു മൊമെന്റ് മുതൽ മെല്ലെ 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 പുള്ളിയുടെ ക്യാരക്ടർ ചേഞ്ച് ആയി വരികയാണ്. സോ സിനിമയിൽ ആ ഒരു പോയിന്റ് മുതൽ സിനിമ എൻഡ് ആവുന്ന വരെ കംപ്ലീറ്റ് ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറാണ്. ഒരു സർവൈവൽ മോഡിലാണ് പടം പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും. ആകെ കൂടെ 2 മണിക്കൂറിൽ താഴെ സിനിമയുള്ളൂ. സോ എന്തായാലും ഒരു അടിപൊളി മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു പക്ക സർവൈവൽ മൂഡിൽ ഒരു ക്ലൈമാക്സിലേക്ക് നമുക്ക് അത്രയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സീൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയാണ്. സോ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ സിനിമയ്ക്ക് ടെക്നിക്കൽ ബ്രില്യൻസ് എന്ന് പറയാൻ ഒരു എടുത്തു പറയത്തക്ക വിധത്തിലും ഒന്നും തന്നെ ഇല്ല. കാരണം വളരെയധികം ചെറിയ ലൊക്കേഷൻ, വളരെ കുറച്ച് ലൊക്കേഷനിൽ മാത്രമേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, സിനിമ ഉള്ളൂ. ആൻഡ് അതിനേക്കാളും കുറവാണ് ഇതിലെ ക്യാരക്ടേഴ്സ് പറയുന്നത്. 5 ക്യാരക്ടേഴ്സ് എങ്ങാണ്ടുള്ളൂ. ഈ 5 ക്യാരക്ടേഴ്സിൽ 2 ക്യാരക്ടേഴ്സ് ആണ് മെയിൻ. അതായത് ഈ ഒരു മാലറി എന്നുള്ളൊരു ക്യാരക്ടറും പിന്നെ ലിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടർ മാത്രം. ബാക്കി 3 പേര് ചുമ്മാ വന്നു പോകുന്ന 2-3 ക്യാരക്ടേഴ്സ് ആണ്. അവരൊക്കെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമാണ്, വളരെ കുറച്ച് ലൊക്കേഷൻസ് മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ബ്രില്യൻസ് എടുത്തു പറയത്തക്ക വിധം ഒന്നും തന്നെ ഇല്ല. പക്ഷെ സിനിമയുടെ ഒരു എൻജോയിങ് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, സിനിമയുടെ ഒരു ഗ്രാഫ് എന്നുള്ള കാര്യത്തിൽ ഹൈ തന്നെയാണ്. നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ട് ട്രൈ ചെയ്യുക. സോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.